പക്ഷേ ഈ അമേരിക്കയിൽ പ്രോപ്പർ വിസയില്ലാത്ത ഇന്ത്യക്കാരൊക്കെ വലിയ ആശങ്കയിലാണ് ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം. എന്തായിരിക്കും തങ്ങളുടെ അവസ്ഥ എന്നുള്ളത് ഓർത്ത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ വളരെ ദൃഢമായൊരു ബന്ധവുമുണ്ട്. ഇപ്പോൾ 18,000 പേര് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദൃഢമായ ഒരു ബന്ധത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ പ്രസിഡന്റ് ട്രംപും അതേപോലെ മോദിയായിട്ടൊക്കെ വളരെ അടുപ്പമാണ്, ലോഹ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് ഈസ് ബിസിനസ്. സ്വന്തം ബന്ധമൊക്കെ വേറെ കാര്യം, സൗഹൃദമൊക്കെ വേറെ കാര്യം. പക്ഷേ കാര്യങ്ങൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ബിസിനസ് ആയിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ നടക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം എപ്പോഴും പറയാറുണ്ടല്ലോ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. പിന്നെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറയാറുണ്ട്, മെഗ. അപ്പോൾ അമേരിക്കയുടെ നന്മ കണക്കിലെടുത്തിട്ട് അദ്ദേഹം എന്തും ചെയ്യുള്ളൂ. ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ ടഫായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളാണ്. എല്ലാവരും എല്ലാ സ്ഥലങ്ങളിൽ നിന്നും വന്ന് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കുകയും ശല്യം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ പാടാണ്. അത് യൂറോപ്പ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പയൊക്കെ പറയും 2 കൈ നീട്ടിയെങ്കിൽ സ്വീകരിച്ചു എന്ന് പറയും. പിന്നെ ഇപ്പോൾ ട്രംപിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന സമയത്ത്, അതായത് സ്വെയറിംഗ് ഇൻ സെറമണിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോയിരുന്നു, കുർബാന കാണാനായിട്ട് പോയി. അപ്പോൾ അവിടെ വന്ന ബിഷപ്പ്, അവിടുത്തെ വനിതാ ബിഷപ്പാണ്. വനിതാ ബിഷപ്പ് ട്രംപിനോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ, ഇവിടെ ഈ പ്രോപ്പർ വിസ ഇല്ലാത്തവരെയൊക്കെ ഓടിച്ച് കളയരുത്. കാര്യം ഇല്ലീഗൽ ഇമിഗ്രൻസിൽ കുറച്ച് പേരൊക്കെ കുഴപ്പക്കാരുണ്ടാവും, പക്ഷേ അവരോട് ക്രൂരമായിട്ട് പെരുമാറരുതെന്നൊക്കെ പറഞ്ഞു. ട്രംപൊന്നും പറഞ്ഞില്ല, അവിടെ ഇരുന്നു. പക്ഷേ കുർബാന കഴിഞ്ഞ് വന്ന ആൾക്കാരെ അഭിപ്രായം ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു മഹാ ബോറായിപ്പോയി, ഏത് ബിഷപ്പ് പറഞ്ഞതേ. പിന്നെ പള്ളിയിൽ വെച്ച് ആരും തിരിച്ചു പറയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. പക്ഷേ ട്രംപിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം എപ്പോഴും അമേരിക്കയുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടുകാരനാണ്. അപ്പോൾ അതുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസ് കണ്ടോടത്തുനിന്നൊക്കെ എല്ലായിടത്തും ആൾക്കാർ കയറി വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് സ്വൈര്യം ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല, സെക്യൂരിറ്റി സേഫ്റ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 18,000 പേര് ഇപ്പോൾ പറഞ്ഞയക്കുന്ന കാര്യത്തിൽ അത് വേറെ രീതിയിലൊന്നും കണ്ടിട്ട് കാര്യമില്ല. 18,000 പേരെ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേര് ഇല്ലീഗലുള്ളൂ എന്നർത്ഥമില്ല. ഇല്ലീഗലായിട്ട് അബൌട്ട് 2,20,000 ഉണ്ടെന്നുള്ളതാണ് ഒരു കണക്ക്. പക്ഷെ ഇന്ത്യക്കാർ തന്നെ. അപ്പം അതിൽ 18,000 പേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇവർ ഇല്ലീഗലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ ഗവൺമെൻറ് അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റി ഏജൻസീസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരിപ്പോൾ ഉടനെ മടക്കി അയക്കാനായിരിക്കും ട്രംപ് ശ്രമിക്കുക. അപ്പോൾ 2 രീതിയിൽ കാണാം. ഒന്ന് അല്പം ദയവ് എന്തെങ്കിലും കാണിച്ചൂടെ, ക്ഷമിച്ചൂടെ, പോട്ടെ പാവങ്ങളല്ലേ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷേ ഇന്ത്യ ആ നടപടിയല്ല സ്വീകരിക്കുന്നത്. ഇന്ത്യ അത് ഒരു അവസരമായിട്ട് കാണാണ്. മേക്കിംഗ് എ വെർച്യു ഔട്ട് ഓഫ് നെസസിറ്റി എന്ന് പറഞ്ഞോണം. നല്ല പിള്ള ആയിട്ട് നിൽക്കാനാണ് ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ഈ സാഹചര്യത്തിൽ. യാതൊരു തകരാറിനും പോകുന്നില്ല. 18,000 പേര് ഇല്ലീഗലാണോ, പറഞ്ഞയച്ചോ എന്നുള്ളൊരു സ്റ്റാൻഡാണ് ഇന്ത്യ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെൻറ്റിനും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം, ട്രംപ് ഈ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ, എസ്പെഷ്യലി ഇല്ലീഗൽ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ ജന്മന വിസ കിട്ടുന്ന കാര്യത്തിന് തടസ്സം നിൽക്കുന്നുണ്ട്. പിന്നെ ബോർഡർ വഴി ക്രോസ് ചെയ്ത് വരുന്ന ആൾക്കാരെ പിടികൂടാനായിട്ട് അവിടെ മിലിറ്ററിയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ടഫായിട്ടാണ്. അപ്പോൾ പിന്നെ അവിടെ അധികം വർത്തമാനം പറയാൻ വിട്ട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവരുമായിട്ട് സഹകരിക്കുന്നു. സഹകരണ മനസ്ഥിതിയോടുകൂടി അവരെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നു. നമ്മളവിടെ അലമ്പുണ്ടാക്കാനോ വി ഡോണ്ട് വാണ്ട് ടു മിസ് ഔട്ട് എന്നുള്ളതാണ് ഈ മോഡി ഇപ്പോൾ കൊടുക്കുന്ന മെസ്സേജ്. നിങ്ങൾ അങ്ങനെ പറയുന്നു, നിങ്ങളുടെ രാജ്യമാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പറയുന്നു, നിയമ അനുസൃതമായിട്ടാണ് പറയുന്നത്, അത് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ മോഡി ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടി. പിന്നെ അവിടെ അമേരിക്കയിൽ പല രാജ്യങ്ങളിൽ നിന്ന് ഇതേപോലെ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നുണ്ട്. വെനിസ്വേലയിൽ നിന്നുണ്ട്, മെക്സിക്കോ നിന്നുണ്ട്, ഗോട്ടിമാല എന്നൊക്കെ വരുന്നുണ്ട്. വളരെയധികം ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ടോട്ടൽ ഇല്ലീഗൽ ഇമിഗ്രൻസിൽ 25% ഇന്ത്യക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അമേരിക്ക അവർക്ക് അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ദേ വിൽ ട്രൈ ടു ക്രാക്ക് ഡൗൺ. അത് നല്ല സീരിയസ് ആയിട്ട് തന്നെ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കും. അത് ഇന്ത്യ ഗുഡ് സ്പിരിറ്റിൽ തന്നെയാണ് എടുക്കുന്നത്, അല്ലാതെ അത് ശത്രുതാ മനോഭാവത്തോടുകൂടി കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഇന്ത്യയുടെയും കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ അവർ ഇല്ലീഗൽ ഇമിഗ്രേഷൻ നിർത്താൻ പോവാണ് എങ്കിൽ അതിൽ സഹകരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗലായിട്ട് തന്നെ ഇന്ത്യക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പറഞ്ഞയക്കാനും പോകാനൊക്കെ വകുപ്പുണ്ട്. കാരണം നമ്മുടെ IT പ്രൊഫഷണൽസ് ഉണ്ട്, IT സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അവിടെ ഇഷ്ടംപോലെ ഓപ്പണിങ്സ് ഉണ്ട്. കൃത്യമായിട്ട് സ്ട്രിക്റ്റായിട്ട് ലീഗലായിട്ട് പോകാനായിട്ട് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അത്
ആകുന്നത്ര ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ സ്റ്റാൻഡ്. അല്ലാതെ അവിടെ പോയിട്ട് ഈ ഇല്ലീഗൽ ആൾക്കാരെ കൊണ്ടുപോയവരൊന്നും അയക്കരുത്, അവിടെ തന്നെ നിൽക്കട്ടെ എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. എല്ലാ നിയമം അനുസരിച്ച് പോയിക്കോട്ടെ, അതനുസരിച്ച് നമ്മൾ പെരുമാറേണ്ടതുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കുന്ന ഒരു നടപടി. പിന്നെ മാത്രമല്ല, ഇപ്പം നമുക്കിത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നു, നമ്മുടെ നാട്ടിൽ പലരും വരുന്നുണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ടഫായിട്ട് പെരുമാറണമെങ്കിൽ അമേരിക്ക ആദ്യം തന്നെ ഒരു കീഴ്വഴക്കമുണ്ടാക്കട്ടെ. അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ടാക്കുമ്പോൾ നമുക്കും വേണമെങ്കിൽ ഇത് തന്നെ ചെയ്യാം. കാരണം ഇവിടെ ആരെങ്കിലും എവിടെ നിന്ന് ഏത് രാജ്യത്ത് നിന്ന് വന്നു കഴിഞ്ഞാലും അവർക്ക് ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കാനും അവർക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാനും അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാനൊക്കെ ഇവിടെ ഏജൻസികളുണ്ട്. അത് ബംഗാളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ കേരളത്തിലേക്കാണ് പറഞ്ഞത്. നമ്മളിതിൽ ഏറ്റവും വലിയൊരു വിക്ടിംസാണ്. അമേരിക്ക അനുഭവിക്കുന്നത് തന്നെ നമ്മൾ അനുഭവിക്കുകയാണ്. കാരണം ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വരുന്നവർ മുഴുവനും ഇങ്ങോട്ടാണ് ഇടിച്ചു കയറുന്നത്. അതിൻ്റെ മുഴുവനും നമ്മൾ അനുഭവിക്കുക. എപ്പോഴാണ് അവർ തനി സ്വഭാവം കാണിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ന്യായമായ രീതിയിൽ കൂടെ പോട്ടെ. IT പ്രൊഫഷണൽസ്, IT സ്റ്റുഡൻസ് ഒക്കെ പോകുന്നുണ്ടല്ലോ, അവർ പോയാൽ മതി. നല്ല രീതിയിൽ അവർ വളർന്നു വരട്ടെ. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ പലരും ഈ രീതിയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾ അവിടെ ചെന്ന് പെട്ടേക്കുന്നവർ അവിടെ നിന്ന് പോരാനായിട്ട് കാരണമാവും. അപ്പോൾ പഞ്ചാബിൽ നിന്നൊക്കെ പോകാനായിട്ട് ഒരു ഏർപ്പാടുണ്ട്, ദുങ്കി വിസ എന്ന് പറയും. അതെവിടെയൊക്കെ പല കാടുകളിൽ കൂടെ ഇതിൽ കൂടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഏതെങ്കിലും നെയ്ബറിങ് കൺട്രിയുടെ സ്ഥലത്ത് അവിടെ എത്തിച്ചിട്ട് അവിടെ നിന്ന് മതിൽ ചാടിയൊക്കെയാണ് അമേരിക്കയിലേക്ക് കയറുന്നത്. അതിനുള്ള ഏജൻസീസ് ഇഷ്ടം പോലെ ഉണ്ട് വേൾഡ് വൈഡ്. പക്ഷേ അവരൊക്കെ അതിഭയാനകമായ എമൗണ്ടാണ് അതിന് ചാർജ് ചെയ്യുന്നത്. മാത്രമല്ല അത് വളരെ ഡേഞ്ചറസുമാണ്. അവിടെ ചെന്നാലും ജോലി കിട്ടും എന്നൊക്കെ പറയും, പക്ഷേ ജോലി കിട്ടണം എന്ന് നിർബന്ധമില്ല. അതാണ് അവിടുത്തെ സാഹചര്യം. അപ്പോൾ മോഡിയും ട്രംപും ഏതായാലും ഫ്രണ്ട്സാണ്. ഫ്രണ്ട്ഷിപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാതിരിക്കുക. അവർ പറയുന്ന ന്യായമായ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് മോഡി ഇപ്പോൾ സ്വീകരിക്കുന്ന നയം. മാത്രമല്ല അത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ട്രേഡിൻ്റെ കാര്യമുണ്ടല്ലോ. അമേരിക്ക ഇന്ത്യയുമായിട്ട് നല്ല തോതിൽ ട്രേഡ് നടക്കുന്നുണ്ട്. അതിൻ്റെ ടാരിഫൊക്കെ ഒരുവിധം മാന്യമായിട്ട് പോകുന്നു. പക്ഷേ ട്രംപിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ ടാരിഫൊക്കെ തോന്നിയ പോലെ കൂട്ടും. ഇപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ സൗകര്യം അനുസരിച്ച് അമേരിക്ക എന്ന് പറയുന്ന സാധനങ്ങൾക്ക് ഇഷ്ടംപോലെ ടാരിഫ് ഇടുന്നുണ്ട്. അത് അമേരിക്ക നോട്ട് ചെയ്തിട്ടുണ്ട്, ട്രംപ് നോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള പ്രസിഡന്റുമാർ ചിലപ്പോൾ നോട്ട് ചെയ്യില്ല, പക്ഷേ ട്രംപ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഒരു ട്രേഡ് സ്പോയിലറാണ് എന്ന് അവിടെ ചില ടോക്കൊക്കെ നടക്കുന്നുണ്ട്. കാരണം നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് നമുക്ക് തോന്നിയ പോലെ നമ്മൾ ടാരിഫ് ഏർപ്പെടുത്തും. അതേസമയം അങ്ങോട്ട് ഒന്നും കൂടാതെ ഒപ്പിക്കാൻ അതും ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പറഞ്ഞയക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആകെ എല്ലാം താളക്കേടാവും. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് കഴിവതും അവരുമായിട്ട് യോജിച്ച് ഈ പറഞ്ഞ ഇല്ലീഗലാണെന്ന് അവർ കണ്ടെത്തിയവരെ സ്വീകരിക്കാനും തിരിച്ചു വിട്ടോട്ടെ. തിരിച്ച് ഇന്ത്യക്കാരാണ് ഇവിടെ വന്നോട്ടെ, ഇവിടെ നമ്മൾ സ്വീകരിച്ചോളാം, നമുക്ക് യാതൊരു എതിർപ്പുമില്ല എന്നുള്ളതാണ് മോഡി സ്വീകരിക്കുന്ന സ്റ്റാൻഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിർപ്പുണ്ടെന്ന് പറഞ്ഞാൽ എതിർപ്പുണ്ടെന്ന് വരും. വേറെ കാര്യമൊന്നും അതുകൊണ്ട് ഉണ്ടാവില്ല. ട്രംപ് പറഞ്ഞയക്കും. അമേരിക്കൻ്റെ ബന്ധം തകരാൻ അതൊരു കാരണമാണ്. അപ്പോൾ അത് വേണ്ട. നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ പറയുന്നത് ന്യായം, നമ്മൾ ന്യായം അനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ ആർക്കും ഒരു കുറ്റം പറയാൻ പറ്റില്ല. അതേസമയം മാന്യമായിട്ട് പോകേണ്ടവർക്ക്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് പോകാനും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കുകയും ചെയ്യണം. കാരണം എല്ലാ രാജ്യങ്ങളിലും അവരുടെ സുരക്ഷിതത്വം നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം വെച്ച് ചിന്തിക്കുമ്പോൾ എന്താ കുറച്ച് പേരോട്ടൊന്നും ഇവിടെ എന്തോരം നമ്മുടെ നാട്ടിൽ വരുന്നില്ല, ബംഗ്ലാദേശിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ. നമ്മൾ കുഴപ്പമൊന്നും പറയില്ല, അതേപോലെ സ്വീകരിച്ചാൽ പോരെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഫെയിലിയറാണ്. നമ്മൾ കണ്ടവരൊക്കെ ഇവിടെ വരുന്നത് തടയാൻ നമുക്ക് കഴിയുന്നില്ല. ദാറ്റ് ഈസ് അവർ ഫെയിലിയർ. അത് നമുക്ക് അതിൻ്റെ പേരിൽ വി കാൻറ്റ് എക്സ്പെക്റ്റ് അമേരിക്ക ടു ഫേസ് ദി സെയിം ടൈപ്പ് ഓഫ് ഫെയിലിയർ. അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പോവുക, ലോഹ്യം നിലനിർത്തുക. മാത്രമല്ല ഇത് ഒരു അവസരമായിട്ട് കാണുക. ഈ അവസരം മുതലെടുത്ത് അമേരിക്കയുടെ വിശ്വാസം വേണ്ട പോലെ നേടിയെടുക്കുക. അതാണ് മോഡി കാണുന്ന നയം.